നമ്മൾ മലയാളികൾ ദിവസേന ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കുകൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു തനത് മല്ലു മലയാളിയുടെ മട്ടും ഭാവവും വെളിപ്പെടുത്തുന്ന ദൃശ്യക്കൂട്ട്. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ ഈ വൈകുന്നു പോവില്ല. ചായ 4 ദിവസം കൊണ്ട് 3 പുള്ള തീർത്ത്. കാരണം 1-ാം തീയതി എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഞാൻ കൂടി നിർത്തി. ഈ കൂലമ്മ നാടൻ പെൺകുട്ടി എന്റെ പട്ടി കെട്ടുള്ള പെണ്ണും ചെറുക്കനും കെട്ടാൻ തീരുമാനിച്ചതേക്ക് നമുക്ക് ആ സമയം നോക്കണം. ഇന്നത് തോന്നി നന്നായിട്ടില്ല. നീ നന്നായി കണ്ടിരിക്കുന്നത് അത്താണോ ചില്ലറില്ലേ? ഞാൻ ആരാ മോൻ? അവനെ വിറ്റേക്കാൻ എന്റെ കയ്യിലുണ്ട്. നല്ല ബഹുമാനം. എടീ ആ സീരിയൽ തുടങ്ങി. ജീവിതം നായ നോക്കി പണം മേടിച്ച് പണം തിന്നോ പന്തം കൊണ്ട് പണം പറഞ്ഞുണ്ടായിരുന്നത്. അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ. ചുമ്മാ പറയാ ഇതിനെ പറ്റി ചെമ്പത്തി കൊണ്ട് വെച്ചാലില്ല. ചേച്ചിക്ക് അറിയാൻ വയ്യാന്നില്ല. അവക്ക് വട്ട എഴുതിങ്ങടുത്ത്. കുഴപ്പമില്ല, എല്ലാവർക്കും പോയിരിക്കുക. ഒന്ന് എടുത്തോണ്ട് പോകാൻ പറ്റി. ചില കുഴി നമ്മളറിഞ്ഞ ഒരു പ്ലാനൊക്കെ വേണം. അത്രേ ഉള്ളൂ. മുല്ലപ്പെരിയാർ പ്രശ്നം തമിഴ്നാട്ടിലെ അത്ര നടത്തണ്ട. ഇവിടെ അടുത്ത് എന്താ കാര്യം? ഹർത്താലും ബന്ധും ഈ നാടിന്റെ കാലം നന്നാവില്ല. ഇവിടെ ഒരു പുല്ല് നടക്കാൻ പോണില്ല. രാഷ്ട്രീയമാണ് ഈ നാട് നശിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണം, എനിക്ക് മന്ത്രിയാവണം. ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാണ് മനുഷ്യന്മാർക്ക് ഒരു അസുഖം പിടിക്കുന്നത്. മമ്മൂട്ടിയുടെ കൂടെ എടുത്തു നോക്കണം വേറെ ആരുമില്ല. ലാലേട്ടാ എന്ത് ഗ്ലാമറാണ്. ലാലേട്ടാ എന്റെ മോൻ ഡോക്ടറാ. കിട്ടാനുള്ളതൊന്നും കിട്ടാൻ അവൻ ആർക്കും കൊടുക്കൂല. അത് മലയാളിക്കേ പറ്റൂ. 10 പൈസ കേൾക്കാണില്ല. എങ്കിലും ഷോയ്ക്ക് കുറവുണ്ടാവില്ല. എനിക്ക് ലോകത്ത് മലയാളികളെ മാത്രമേ പേടിയുള്ളൂ. എടാ കളർ വെച്ചിട്ടായി കാശാ. നമസ്കാരം. പിരിവായിരിക്കും. ഇത് ഒട്ടിച്ച് 1 മാസം കൂടെ പോകൂലേ? മറ്റന്നാൾ തമിഴ്നാട്ടിലേക്ക് ഞാനങ്ങ് വരും. ഇവിടുന്ന് എന്താ വേണ്ടേ? യാഡിനി ക്രീം വേണം, കുറെ സോപ്പ് വേണം, പിന്നെ നല്ല സ്മെല്ലുള്ള ജാസ്മിന്റെ 2 സ്പ്രേ. നീ ദുബായിൽ മറ്റേ ഫോൺ പറഞ്ഞേ തുടർന്ന് മാറി ഫ്രീയാണുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ട് കുപ്പി വളക്കല്ലേ കേട്ടോ. നെല്ല കൃഷിപ്പാടോ കേരളത്തില തമാശക്കാരാ. ഞങ്ങളിപ്പോ തേങ്ങ പോലും തമിഴ്നാട്ടിൽ വാങ്ങിക്കുന്നു. എന്താ ഒരു മൈൻഡില്ലായ്മ. എന്റെ പേര് ഇവിടെ അവിടെ തീർന്നോ? ഇവിടെ ബാഗാണോ കുട്ടികളില്ലേ? അങ്ങനെ കുട്ടിയില്ലാത്ത ഇപ്പൊ ട്രെയിനില്ലേ? ഒന്നും നിർത്തോ? കുറേയൊക്കെ ആയിട്ടില്ല പറയുന്നത്. എല്ലാം തീരുമ്പോൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യ സൈനിക സന്നാഹം ശക്തമാക്കുന്നു എന്ന വാർത്ത നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇന്ത്യ ചൈന ഭായി എന്ന